അവന്റെ തല നെടുകെ പിളർത്തി നമുക്ക് ഉത്സവം ആഘോഷിക്കാം. അപ്പൊ എങ്ങനെയാ പക വീട്ടണേ നിങ്ങൾക്ക്? മനസ്സിലായില്ലേ? ഞാനാ ആ കാട്ടിലന്ന് പ്രശ്നം ഉണ്ടായില്ലേ? ഓർമ്മ വരുന്നില്ലേ? എന്താ നീയാ എന്താ ആലോചിക്കുന്നത്? നിന്റെ ജീവിതം താറുമാറാക്കിയവന്റെ തലയാണത്. അടിക്കടാ, അടിക്കാൻ. എന്താ മൂപ്പ, നിങ്ങളും അടിക്കുന്നോ? റെഡപ്പനെ അടിക്കണ്ടേ മൂപ്പന്? വാ. അതാണ് റെഡപ്പ. അടിക്കേ, അടിക്കും മൂപ്പ, ഉത്സവം ആഘോഷിക്കണ്ടേ? പുതുവസ്ത്ര കെട്ടി ഒരുങ്ങിക്കോ, കെട്ടിക്കോ, ഇന്ന് ഉത്സവ ദിവസമല്ലേ. ശശികലയോ ആരോമൽ കുളിരലയോ ചിറകടിച്ചണയും കുയിലോ മദന പൊൻശിലയോ മഴവിൽ കൊടിവളോ മായാമയൂരമോ നീ. ഹേ മിഴിതളിൽ കാണും കവിതയിൽ ഞാൻ നീന്തും ചൊടിയിണയിലെ മധുരം അധരപുടം നുണയും. നീയൊരു മരാളിക ശാശ്വത മദാലസ മനസ്സിൽ മച്ചകത്തിൽ മനോരമ. നീയൊരു സുനാമിയ നിൻചിരി വല്ലാത്തതാ. നീയൊരു സുനാമിയ നിൻചിരി വല്ലാത്തതാ. നീയൊരു പടക്കുതിര നിഞ്ഞാണൻ കൈകളില. ഒരു കുറി ഞാൻ എഴുതി ചേർത്തു കരളിൽ പ്രദക്ഷിണം സഖി നിന്നൊരേ മുഖം കാതിൽ നിരന്തരം നിന്നാദം. നീയൊരു സുനാമിയ നിൻചിരി വല്ലാത്തതാ. നീയൊരു പടക്കുതിര നിഞ്ഞാണൻ കൈകളില. നീയൊരു സുനാമിയ നിൻചിരി വല്ലാത്തതാ. നീയൊരു പടക്കുതിര നിഞ്ഞാണൻ കൈകളില. മഴയിൽ നനയാമലിയാമൊഴുകാം കുടയേകിടാം കുളിർ മാറ്റുമോ. മുഖരാം നുകരാം പുണരാം പടരാം മധുചന്ദ്രികയിൽ സുഖനൃതിയിൽ. മനസ്സിൻ സുധാരസ കലിക പൂമ്പരാഗമായി രാവും പകലും
ചിറകിൽ പ്രഭാമയ സുഷമ തേനുലാവിയോ എന്നും നമ്മിൽ നീയൊരു മരാളിക ശാശ്വത മദാലസ മനസ്സിൽ മച്ചകത്തിൽ മനോരമ കൊന്നു പിന്നെ ഇവന്മാരെയൊക്കെ കൊല്ലാതെ വെറുതെ വിടാനാണോ പറയുന്നത്? മണൽ രാജ, മണൽ രാജ, പച്ചക്ക് ജീവൻ എടുക്കുന്ന വെട്ടുവെട്ടാൻ നോക്ക്. ഇവന് വെട്ടുമ്പോ അവന്റെ വെച്ചാ മുറിയേണ്ടത്. അവന് കൊടുക്കേണ്ടത് നരകമാണ്. മണ്ണ് വെട്ടുന്നത് പോലെ കോപം കൊണ്ട് മനുഷ്യനെ വെട്ടരുത്. റെഡപ്പയെ നമുക്ക് കിട്ടുന്നത് വരെ കാത്തിരിക്കണം. കണ്ണിൽ കണ്ടവനൊക്കെ വെട്ടിക്കൊല്ലുക അല്ല വേണ്ടത്. മനുഷ്യ ജീവിതം കൊണ്ട് പന്താടുന്ന കിരാതന്റെ ജീവൻ എടുക്കുക വേണ്ടത്. ഇവനല്ല അവനല്ല ആരായാലും ശരി, വെട്ടിയെരിയും. സത്യമാണ് മൂപ്പ. ഒന്ന് കളയുന്ന പറഞ്ഞേക്ക അവനോട്. നമുക്ക് നോക്കാം. ഇവിടെ നിന്നോളൂ, നിങ്ങൾ ജീപ്പ് ഇപ്പോ വരും. ശരി. നോക്കൂ, എത്ര മനോഹരമായിരിക്കുന്നു. ഇതും കൂടി അവര് നശിപ്പിക്കും. അല്ല, ചക്രവർത്തി എവിടെയുണ്ട്? പ്രസാദ് സാറിനോട് ചോദിക്കാം. അദ്ദേഹത്തിന് എന്തെങ്കിലും അറിയാമായിരിക്കും. ശരി, വാ. ആ പട്ടാഭിയും ചക്രവർത്തിയും തമ്മിൽ എന്ത് ബന്ധ? സർവ്വതും മിസ്സായി. നിങ്ങൾ ജീവിച്ചിരിപ്പുണ്ടെന്ന് അവൻ അറിവ് കിട്ടി. എനിക്ക് കൊല്ലണവനെ, കൊല്ലണവനെ, കൊല്ലണം. എനിക്ക് ഒരു ദിവസം കൂടി എനിക്ക് കാത്തിരിക്കാൻ വയ്യ. എത്രയും വേഗം കൊല്ലണം, എങ്ങനെയെങ്കിലും കൊല്ലണം. ഇത്തവണ മിസ്സാവില്ല.
ശരിയായോ? ശരിയായോന്ന്? മൈൻഡ്സ് ബ്ലാസ്റ്റർ കൊല്ലാൻ മറ്റൊരാൾ കൂടിയുണ്ട്. അത് മറ്റാരുമല്ല, അവന്റെ അനന്തരവൻ ചക്രവർത്തി ജീവനോടുണ്ടെന്ന് അറിഞ്ഞത് റെഡ്ഡപ്പ അല്ല, ഇനിയൊരാളാണ്. ആര്? അതാര്? ചക്രവർത്തിയെ കൊല്ലുന്നതോടെ നിങ്ങളുടെ പ്രോബ്ലം സോൾവ് ആകും. സോൾവ് ആകും. അവനാണ് എൻ്റെ ആജന്മ ശത്രു. അന്നത്തെ എൻ്റെ കാട്ടിലൂടെയുള്ള യാത്രയിൽ ഞാൻ ചിലതൊക്കെ കണ്ടു. അവിടെ വെച്ചാണ് രാജ റെഡപ്പയെ കാണുന്നത്. ഞാൻ ചക്രവർത്തിയെയും കയ്യിൽ കിട്ടിയിരുന്നെങ്കിൽ കൊന്നേനെ. ആ ചക്രവർത്തിയെ കണ്ടുപിടിക്കാൻ പ്രസാദിനെ കാണണം എനിക്ക്. നിങ്ങളൊരു ജേർണലിസ്റ്റ് ആയതുകൊണ്ട് ഞാൻ നിങ്ങളെ ഒരിക്കലും ഹെൽപ്പ് ചെയ്തു. അപ്പോൾ നിങ്ങൾ എന്നെ CBIക്ക് ലീഡ് ചെയ്തു. ഇനി എന്നെക്കുറിച്ച് മറ്റാരെയൊക്കെ നിങ്ങൾ അറിയിച്ചിട്ടുണ്ടെന്ന് എനിക്ക് അറിയണമല്ലോ. പ്രസാദ്, സിഗരറ്റ് വലിക്കണോ? ദേവിക എന്തൊക്കെ അറിഞ്ഞു? എല്ലാം അറിയാം. നിങ്ങൾ ചെറിയ ചെറിയ ജോലികൾ ചെയ്തു തുടങ്ങി ഇന്നത്തെ നിലയിൽ എത്തിച്ചേർന്നത് വരെയുള്ള എല്ലാ വഴികളെക്കുറിച്ചും അവൾക്ക് വ്യക്തമായിട്ട് അറിയാം. നിങ്ങളുടെ ക്രൈം ഫയൽ അവളുടെ കയ്യിലുണ്ട്. എല്ലാവർക്കും അറിയാവുന്നത് നിങ്ങളുടെ മൈനിങ്ങിനെ കുറിച്ചാണ്. പക്ഷെ നിങ്ങളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന അണ്ടർഗ്രൗണ്ട് മൈനിങ്ങിനെ കുറിച്ച് പോലും അവൾക്കറിയാം. മൊത്തം അറിഞ്ഞോ? ചക്രവർത്തിയെ കണ്ടിരുന്നോ? ചക്രവർത്തിയെക്കുറിച്ച് എനിക്കൊന്നും അറിയില്ല. അറിയണമെങ്കിൽ സമയം വേണം. ആ നാടകക്കാരൻ ബാബു, അയാളുടെ കൂടെയുള്ള ദേവിക, അവരുടെ കഥ എന്താ? ബാബുവും ദേവികയും തമ്മിൽ എന്താ ബന്ധമുള്ളത്? ഞാൻ ആ യുവാവിനെ പോലീസ് സ്റ്റേഷനിൽ വെച്ചാണ് കാണുന്നത്. അവൻ തീയിൽ മുളച്ച ജന്മമാണെന്ന് എനിക്ക് തോന്നുന്നത്. അവനൊരു ഡെയർ ഡെവിളാ. സാർ, ജേർണലിസ്റ്റ് പ്രസാദാണ് സാർ. ആരോ കൊന്നു കെട്ടിത്തൂക്കിയതാണ്. മീഡിയക്കാരെത്തിയിട്ടുണ്ട്. സ്വല്പം വേഗം ക്ലിയർ ചെയ്താൽ ബെറ്റർ, അല്ലെങ്കിൽ പ്രോബ്ലം ആവും സാർ. അതെ സാർ. ഓക്കെ സാർ. പ്രസാദ് സർ, ഇവിടെ കോൺസ്റ്റബിൾ ബോഡി താഴെ ഇറങ്ങ്. പ്രസാദ് സർ. അങ്ങനെ ഒടുവിൽ ആ നല്ല മനുഷ്യന് കൊല്ലപ്പെട്ടു. പാവം. ആ മരണത്തെ വ്യസനിക്കരുത്, അഭിമാനിക്കുക വേണ്ടത്. ഹലോ ദേവിക, ആർ യു ഓക്കെ? പ്രസാദ് സാറിനെ കൊന്നു കളഞ്ഞു സാർ. ഞാനിപ്പോഴാണ് അറിഞ്ഞത്. നീ ഇവിടെ നിൽക്കുന്നത് സേഫ് അല്ല. ഞാനിപ്പോ പുറപ്പെട്ട് ബാംഗ്ലൂർക്ക് പോവാ. റെഡപ്പനെ വിടരുത്. എനിക്ക് കിട്ടിയ ഇൻഫർമേഷൻ ശരിയാണ് സാർ. നീ വേഗം ബാംഗ്ലൂർക്ക് പുറപ്പെട്ടോ. ഓക്കെ സാർ, ഞാൻ ഇപ്പോഴേ പുറപ്പെട്ടേക്കാം. ആ ബാബു, ഞാൻ ടിപ്പുവിനെ ഒന്ന് അന്വേഷിച്ചിട്ട് വരട്ടെ. എന്റെ ലാപ്ടോപ്പും ബാഗും എല്ലാം അതിലാ. ഞാൻ കളക്ട് ചെയ്ത എല്ലാ ഇൻഫർമേഷൻസും അതിലാ ഉള്ളത്. ദേവിക ഒറ്റയ്ക്ക് എന്നെയും അവർ കൊല്ലുമെന്നാണോ പേടിക്കുന്നത്? ഐ വോണ്ട് ലീവ് ദിസ് ഗൈസ്. ദേവിക, പ്രസാദിന്റെ മരണത്തിൽ നിനക്ക് നിനത്തിന് റിവഞ്ച്. നിന്നെ ഹെൽപ്പ് ചെയ്തോണ്ടാ? ഇതൊന്നും കണ്ടിട്ട് നിനക്ക് ദേഷ്യം വരുന്നില്ലേ? ദേഷ്യം വരുന്നുണ്ട് ദേവിക. ഓരോ ദിവസത്തെ പത്രം കാണുമ്പോഴും ദേഷ്യം വരുന്നുണ്ട്. ഇന്നും ദേഷ്യം വന്നു. വേറെ ന്യൂസ്, വേറെ ഇൻസിഡന്റ്. അന്ന് ഫോറസ്റ്റ് വെച്ച് കണ്ടപ്പോ ഇങ്ങനെ അല്ലായിരുന്നല്ലോ. അന്ന് ആ ചക്രവർത്തിയോടുള്ള ദേഷ്യം കൊണ്ട്. നോക്ക് ദേവിക, റെഡ്ഡപ്പ അയാളോട് അനീതി ചെയ്തു. ഇപ്പൊ കൂടെ അയാളോട് അനീതി ചെയ്തോണ്ടിരിക്കുക. എന്നിട്ടും എന്റെ കൺട്രോൾ എനിക്ക് തെറ്റുന്നില്ല. അതുകൊണ്ട് അനീതി കണ്ടുകൊണ്ട് മിണ്ടാതിരിക്കാനോ? എന്ത് ചെയ്യണമെന്ന് ദേവി പറയുന്നത്? ഓരോരുത്തർക്കും ഓരോ ന്യായമുണ്ട്, ഓരോ നിലപാടുണ്ട്. ഓരോരോ മനുഷ്യനും അവനവനെ കുറിച്ച് മാത്രം ചിന്തിക്കുക. ആ റെഡപ്പെ നോക്ക്, അവൻ അവസരം കിട്ടി, അത് മുതലാക്കി. 9 മാസം ചുമന്നിട്ടാണ് കുഞ്ഞിനെ പ്രസവിക്കുന്നതെന്ന് ചിലര്. അതല്ല, ആണിന്റെ അടുത്ത് 10 നിമിഷം സുഖിച്ചതിന്റെ ആണെന്ന് വേറെ ചിലർ പറയുന്നു. രണ്ടും ശരിയാണ്. എന്നാൽ പൗരുഷമില്ലാത്തവൻ മനുഷ്യനല്ല. കിടപ്പറ സുഖം മാത്രം തേടുന്നവൻ മൃഗമാണ്. എത്ര ഈസി ആയിട്ട് പറഞ്ഞു. ചക്രവർത്തിയോടുള്ള കോപം ചോർന്നു പോയോ? നിങ്ങൾ ദുഃഖിക്കേണ്ടി വരും. ഏതെങ്കിലും ഒരു ദിവസം നിങ്ങൾ ദുഃഖിക്കും. എല്ലാം വിടാനാണ് ഭാവമെങ്കിൽ എന്നെയും വിട്ടേക്ക്. ദേവിക,